സത്യം പറഞ്ഞാൽ അത്ലറ്റിക്കും നല്ലോണം ട്രൈ ഹാർഡ് ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടുന്നില്ല സ്റ്റേ. എത്ര ട്രൈ നോക്കിയെന്നറിയോ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷോട്ട്സ് ഇവരെടുത്തായിരിക്കും കൂടുതൽ, ഇപ്പോൾ കോർണേഴ്സ് ഇവരെടുത്തായിരിക്കും കൂടുതൽ, അറ്റാക്കിങ് കൂടുതൽ ഇവരെടുത്തായിരിക്കും. ബോട്ടർഫ്ലൈക്ക് ഇടയ്ക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് വരും, അല്ലാതെ അങ്ങനെ ഒരു ഡോമിനേറ്റ് ചെയ്തിട്ട് ഒരു അറ്റാക്കിങ്ങിൽ നിന്നിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ അങ്ങോട്ട് ആവശ്യമില്ല. കാരണം അത്ലറ്റിക്കോയ്ക്ക് 3 ഗോൾ അടിക്കണം, എന്നാലേ അത് കളി ജയിക്കാനുള്ള ചാൻസസ് കൂടുതലുള്ളൂ. കാരണം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ PSG ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കയറാം. പിന്നെ ബോട്ടർഫ്ലൈക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരെ ഗ്രൂപ്പിൽ അവർ ടോപ്പിലുണ്ടാവും. അപ്പോൾ അത്ലറ്റിക്കോയ്ക്ക് അത്രയ്ക്ക് ഗോള് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലീഡ് വേണം. അതിനുവേണ്ടി മാക്സിമം ഇവർ ശ്രമിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ഇവർ ആക്ടിങ് പോലെ അപാരമായിരുന്നു. ഒന്ന് തൊട്ടാൽ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ അപ്പം കിടന്നാളും. പിന്നെ മാക്സിമം ഡൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അങ്ങനെ പലതും നോക്കുന്നുണ്ട്. പിന്നെ ഒരു പെനാൽറ്റി ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത് പെനാൽറ്റി കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഫൗളെന്ന് പറയാൻ മാത്രം ഒരു സംഭവം ഒന്നുമല്ല. അൽവാരസിനെ ചവിട്ടുമ്പോൾ അൽവാരസ് വീഴുന്നുണ്ട്, പക്ഷെ അത് വെറുതെ ഒരു ഡ്രാമ പോലെ പേഴ്സണലി എനിക്ക് തോന്നി. കാരണം അതിന് മാത്രമുള്ള ഒരു സംഭവം ഒന്നും എഫക്റ്റ് ഒന്നും അവിടെ കണ്ടില്ല. പക്ഷേ അവിടെ റഫറി വോറ് വിളിച്ചു കഴിഞ്ഞിട്ട് അതാ ഇതിൻ്റെ വോറിൻ്റെ എൻഡ് റിസൾട്ട് കോമഡിയാണ്. അതുകൊണ്ട് സ്വർലോത്തിൻ്റെ അവിടെ ഒരു ഫൗള്, എനിക്കങ്ങനെ അത് ഫൗളായിട്ട് തോന്നിയില്ല, പക്ഷെ അത് ഫൗള് വിളിച്ചത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറേ വരികയാണ്, കുറേ വന്നു കഴിഞ്ഞിട്ട് കുറേനെ ഫൗൾ ആക്കുമ്പോൾ ഫുള്ളിങ്ങനെ പറയുന്നുണ്ട് യെല്ലോ കാർഡ് കൊടുക്കുക. അങ്ങനെ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. റഫറി കുറച്ചും കൂടി ഒരു ബോട്ടർഫ്ലൈനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം പോലെ പേഴ്സണലി എനിക്ക് എവിടെയൊക്കെ തോന്നി. പക്ഷേ അത്ലറ്റിക്കോൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ, മാക്സിമം നല്ലോണം അഭിനയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു ഫിനിഷിങ് ഇവർക്ക് കിട്ടുന്നില്ല കേട്ടോ, നല്ല നോക്കുന്നുണ്ട്. ഫിനിഷിങ് ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സ്വർലോത്തിനൊക്കെ ഇഷ്ടമാതിരി ചാൻസസ് മിസ്സാവുന്നൊരു സീനാണ് കാണുന്നത്. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം ചാൻസസ് മിസ്സാക്കി നമ്മൾ കണ്ടതാണ്. ലാസ്റ്റ് വരെ ഓരോ ടൈം പോലും ഇപ്പം ജയിക്കും എന്തെങ്കിലും കിട്ടും, ഒരു പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നൊക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പ് കളിയായിരുന്നു. കാരണം ബോട്ടർഫ്ലൈ അങ്ങനെ ഒപ്പാരായിട്ട് സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 കിടിലൻ ബ്ലാക്കിൻ്റെ കിടിലൻ സേവ് ഉണ്ടായിരുന്നു, അടിപൊളി സേവ്. ഒന്ന് കൈൻഡ് ഓഫ് ഒരു 1v1 ടൈപ്പായിരുന്നു, മറ്റേ ജീസസോ ചങ്ങ ഒരു കൈൻഡ് ഓഫ് ഒരു 1v1, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് പെട്ടെന്ന് സേവ് ചെയ്തു. കുറേ ശ്രമിച്ച് ജയിച്ചിട്ടും കാര്യമില്ല, ശ്രമിച്ച് അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ അങ്ങനെ അത്ലറ്റിക്കോ മാരക കളിയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കുറേ സംഭവങ്ങൾ മിസ്സൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ പെനാൽറ്റി ബോക്സിൽ മിസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവർ മാക്സിമം അഭിനയിക്കുക, അതേ ഇവർക്ക് പറ്റുന്നുള്ളൂ. കുറേ അഭിനയിക്കുക തന്നെ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുക, അവിടെ നിന്ന് പെട്ടെന്ന് കിടന്നാൾ. ഫൗൾസ് ഭയങ്കര പൊതുവേ കുറവായിരുന്നു, പക്ഷേ കാർഡ് തീരെ കൊടുത്തിട്ടില്ലായിരുന്നു. ഗ്രിഗറിക്ക് ലാസ്റ്റിലാണ്, സ്റ്റോപ്പേജ് ടൈമിലാണ് യെല്ലോ കാർഡ് കൊടുക്കുന്നത് ലാസ്റ്റ്. അതുവരെ കാർഡും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല ടഫായിട്ട് അങ്ങനെ ഒരു ഫൗളൊക്കെ വരുന്ന ടൈപ്പ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കളിയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനത്തെ കളിയൊന്നുമല്ല. ഇത് കഷ്ടപ്പെടുന്നുണ്ട്, ട്രൈ ഹാർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫൗളൊന്നുമില്ല, ഫൗള് റഫറി കൊടുക്കുന്നുമില്ല. അങ്ങനെ അലനൊക്കെ അടിപൊളി കളി കളിച്ചിട്ടുണ്ട്. അലൻ നല്ല കളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു അലൻ്റെ കളിയൊക്കെ. പിന്നെ ഇപ്പം എന്താ, നല്ല കളി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മിയാമീൻ്റെ കളിയുണ്ട്, അതൊന്ന് കണ്ടോക്കണം. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.